നേസൽ ഒരു പേനയുടെ റീഫിൽ പോലത്തെ ചെറിയൊരു എൻഡോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി മൂക്കിൻ്റെ അകത്തെ സ്ട്രക്ചേഴ്സിനെ വിഷ്വലൈസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും അഡിനോയിഡിന് എക്സ്റേ എടുത്ത് നോക്കിയിരിക്കുന്ന ആൾക്കാർ. എക്സ്റേ എല്ലുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. പണ്ട് എൻഡോസ്കോപ്സ് ഇത്ര അവൈലബിൾ അല്ലാത്തത് കൊണ്ടും പലർക്കും പീഡിയാട്രിക് എൻഡോസ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടും ചെയ്തിരുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതിലൊരു വേഗ് ഐഡിയ നമുക്ക് കിട്ടുന്നുള്ളൂ. അഡിനോയിഡ്സ് ഉണ്ടാവാം, ഉണ്ട്, അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലാണ്ട് ഒരു അക്യുറേറ്റ് ഇമേജ് ഇല്ല. നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ കുട്ടീനെ എൻഡോസ്കോപ്പ് അവിടെ വെച്ചിട്ട് നമ്മൾ കുട്ടീനോട് പറയും മൂക്കിക്കൂടെ ശ്വാസം വലിക്കാൻ പറയുകയാണ്. അപ്പോൾ വെൻ ദ നേസോഫാരിങ്സ് ഓപ്പൺസ് അപ്പ്, അതിൻ്റെ ഉള്ളിൽ അഡിനോയിഡിൻ്റെ ടിഷ്യൂ കാണുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാം, ഓക്കെ അവൻ മൂക്കിക്കൂടെ ശ്വാസം വലിക്കുമ്പോഴും 70% അഡിനോയിഡ്സ് ഉണ്ട്, അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു 85-ന് മുകളിലാണെങ്കിൽ നമ്മൾ സർജിക്കൽ റെസൊല്യൂഷൻ പറയും. അപ്പോൾ അത് ഒരു ബ്രിമ്മിൽ നിൽക്കുക. ലെസ് ദാൻ 50% ആണെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് മതി എന്ന് പറയും. ഒരു 50 to 80% ഇടയിൽ നിൽക്കുന്നൊരു കാറ്റഗറി ഉണ്ട്. അവർക്ക് നമുക്കൊരു ഇൻറ്റൻസ് മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുത്ത് ഇൻഫെക്ഷൻസ് വരാണ്ട് പ്രിവെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ തന്നെ നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്ത് വി മാനേജ് ഫോർ എ ഫ്യൂ മന്ത്സ്. അതിനുശേഷം വി റിപ്പീറ്റ് ദ എൻഡോസ്കോപ്പി. അപ്പോഴും 2 കാറ്റഗറിയിലേക്കാണ് വന്ന് നിൽക്കുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് സ്ട്രക്ചേർഡ്. ഈ കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയിലാണോ, കുറയുന്നുണ്ട് കുറഞ്ഞു പൊക്കോട്ടെ, കുറയുന്നില്ല സർജറി.